ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഞാൻ വേടനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വേടൻ്റെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ടി വിയിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ വന്ന വാർത്തയുമായി അനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ എനിക്ക് വന്ന ഒരു കമൻ്റാണിത്. രജിത് പെരിങ്കരി കറക്റ്റാണെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട രജിത്തെ, താങ്കൾ എന്താണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? സുരേഷ് ഗോപിയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ എന്താ കൊമ്പ് വേണോ? ഒന്നും വേണ്ടല്ലോ. സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് പറയുകയും എന്തെങ്കിലും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ട് പറയുന്നതിന് ഞാൻ എന്തിനാണ് അങ്ങനെ പേടിക്കേണ്ട ആവശ്യം? ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. താങ്കൾ എൻ്റെ രാഷ്ട്രീയത്തെയാണോ ചോദ്യം ചെയ്യുന്നത്, അല്ല എൻ്റെ വിശ്വാസത്തെയാണോ? രണ്ടായാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്താൽ ഞാനൊരു പൂർണ്ണ BJPക്കാരിയും അല്ലെങ്കിൽ വേറെ ഒരാളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് അങ്ങനെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയോ കാര്യമോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മനസ്സിലൊരു വിശ്വാസവും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇഷ്ടമൊക്കെ ഉണ്ടാവില്ലേ ചിലവരോട്. അങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഞാൻ എപ്പോഴും സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നതും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചതും. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ FB പേജിൽ ഞാൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. പക്ഷേ താങ്കൾക്ക് എവിടെ നിന്നാണ് പെട്ടെന്ന് നിങ്ങൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചത്? തീർച്ചയായിട്ടും ചെയ്യും. സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയുകയും മോശപ്പെട്ട കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ചിന്താഗതിയിൽ എൻ്റെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ചിന്താഗതികളും പല കാഴ്ചപ്പാടുകളുമായിരിക്കുമല്ലോ. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുവരെ സുരേഷ് ഗോപി അത്തരത്തിലൊരു വേടൻ ഇന്നലെ ചെയ്ത പ്രവൃത്തിയെപ്പോലെ മോശപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ മോശം ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, സുരേഷ് ഗോപി എന്ന സിനിമാ നടനോടുള്ള എൻ്റെ ഇഷ്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിലോ മതത്തിലോ അദ്ദേഹത്തിൻ്റെ ഏത് ആചാരാനുഷ്ഠാനങ്ങളിലോ അദ്ദേഹം വിശ്വസിച്ചാലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശരി ചെയ്താൽ ശരിയെന്ന് പറയാനുള്ള ആർജവമുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോയും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ ധൈര്യത്തെ വെല്ലുവിളിച്ചതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്നാലും നിങ്ങളുടെ ചോദ്യത്തിനൊരു മറുപടി തരണമല്ലോ, അതിനാണ് ഈ വീഡിയോ ചെയ്തത്.